സ്വാമി ആയിട്ട് എത്ര കാലമായി കാണും? 8 വർഷമാകും. 10 വർഷമാണ് കണക്ക്. ഈ ചേട്ടന്റെ പെണ്ണിന് അതെന്താണ് സംഭവം? വിളിച്ചോണ്ട് പോയി, എന്നെ വിളിച്ചോണ്ട് പോയി, കല്യാണം കഴിച്ച്. ചേട്ടന്റെ ഭാര്യയാണോ കല്യാണം കഴിച്ചത്? അതെന്താണ്, അവര് അവിടെ ജോലിക്ക് നിൽക്കുമായിരുന്നോ? ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഈ മൊട്ടസ്വാമിയുടെ സഹായിയായിട്ടാണ് കുറച്ച് നാളീ പറയുന്ന ശ്രീധുവും പിന്നെ ഈ പറയുന്ന ശ്രീധുവിൻ്റെ സഹോദരൻ മാനസിക രോഗി എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നതെന്ന് പറയുന്നത്. അതായത് ഹരികുമാർ മാനസിക രോഗിയാണ് പോലും, പറയുന്ന മൊഴിയിലൊക്കെ വ്യത്യാസമുണ്ടെന്ന്. പഠിച്ച കള്ളനാണ് അവൻ. കാരണം സ്ത്രീകളുമായിട്ട് വഴിവിട്ട ബന്ധത്തിന് പോകുന്ന സമയത്ത് അവന് യാതൊരു മാനസിക പ്രശ്നമില്ലായിരുന്നു. കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെങ്ങളെ ഈ പറയുന്ന ആങ്ങളെ കാണേണ്ട വിധത്തിൽ അല്ലാത്ത രീതിക്ക് കണ്ടുകൊണ്ട് പാതിരാത്രിയും കാണാൻ ആഗ്രഹിക്കുന്ന അത്രയും ഭയങ്കര സ്നേഹമാണ് ആങ്ങളയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതിലവന് മാനസിക പ്രശ്നമില്ലായിരുന്നു. ഈ പറയുന്ന ഫോൺ യൂസ് ചെയ്യുന്നതിൽ മാനസിക പ്രശ്നമില്ല, വീഡിയോ കോൾ ചെയ്യുന്നതിൽ മാനസിക പ്രശ്നമില്ല, അങ്ങനെ യാതൊരു മാനസിക പ്രശ്നങ്ങളുമില്ല. പൂണൂൽ ഇട്ടുകൊണ്ട് നടന്നിട്ട് ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാനസിക പ്രശ്നമില്ല. ഇനി ഈ പറയുന്ന മൊട്ടസ്വാമിയുടെ അടുത്ത് തന്നെ ജോലിക്ക് പോയി നിന്നിട്ട് അവിടുന്ന് പറഞ്ഞു വിടുക എന്ന് എന്തോ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നി അയാൾ തട്ടിപ്പായിരിക്കും പറഞ്ഞു വിട്ടു എന്നൊരു സംഭവം വരുന്നുണ്ട്. അപ്പം അതിലൊന്നും ഇയാൾക്ക് കുഴപ്പമില്ല, മാനസിക പ്രശ്നങ്ങളില്ല. പിന്നെ നമുക്കറിയാലോ, ഇതുപോലെ കാര്യങ്ങൾ പെടുന്ന സമയത്ത് മാനസിക പ്രശ്നം ഉണ്ടെന്ന് വരുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയമത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് ഊരിപ്പോകാൻ പറ്റുമല്ലോ, അതിനുള്ള വഴി നോക്കുക തന്നെ ചെയ്യും. ഇനി അമ്മയുടെ കാര്യം എടുത്ത് വായിക്കുന്ന സമയത്താണ് അതിനേക്കാളും നമ്മൾ ലജ്ജിച്ച് പോകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞത്. കാരണം കുഞ്ഞ് മരണപ്പെട്ടിട്ടൊന്നും വലിയ വേദനയോ വിഷമോ ഉള്ളതുപോലൊന്നുമല്ല. അതിനേക്കാളും അപ്പുറത്തേക്ക് ഏത് സമയവും നാക്കെടുത്തു കഴിഞ്ഞാൽ നുണ മാത്രം പറയുന്ന ഒരു സ്ത്രീ. ഈ പറയുന്ന മൊട്ടസ്വാമി പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് നിങ്ങൾ കടക്കാരായി മാറിയത്, ആ കുഞ്ഞിൻ്റെ ദോഷം കൊണ്ടാണ് എന്ന് പറയുന്ന സമയത്ത് അത് വിശ്വസിക്കുന്നു. മുട്ട വിറ്റ് നടന്നവനാണ് ഈ പറയുന്ന അപ്പുറത്തുള്ള ഒരാളുടെ ഭാര്യ, അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീ അടിച്ചുകൊണ്ട് പോയി കല്യാണം കഴിച്ചവനാണ്. അവൻ്റെ വാക്കും കേട്ടുകൊണ്ട് എന്തോ വലിയ ദൈവജ്ഞനാണെന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ വാക്കും കേട്ടിട്ട് ആ കുഞ്ഞിൻ്റെ മുടി മുട്ടയടിക്കുക, സ്വന്തമായിട്ട് മുടി മുട്ടയടിച്ചു, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിനകത്തും ദുരൂഹതയുണ്ട്. കാരണം ഇവൾ മുട്ടയടിച്ചിട്ട് നാട്ടുകാരോടൊക്കെ പറഞ്ഞു നമുക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം അവളുടെ കയ്യിൽ നിന്ന് വീട് മേടിക്കാൻ വെച്ചിരുന്ന 30 ലക്ഷം രൂപ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പോയി പരാതി കൊടുക്കുന്നു. അതിൽ വ്യക്തതയില്ലാത്തതുകൊണ്ട് പോലീസ് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞിട്ടിട്ട് കറക്റ്റായിട്ട് എഴുതി തയ്യാറാക്കിയ പരാതിയുമായിട്ട് വരാൻ പറയുന്നു. അതവിടെ പാളിപ്പോകുന്നു. ഇങ്ങനെ കുറേയധികം നാടകങ്ങളാണ്. അല്ല അപ്പുറത്തേക്ക് കുഞ്ഞിന് ചോറ് അമ്മമ്മ ചോറ് കൊടുത്തോണ്ടിരിക്കുന്നു, കൊച്ചു വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നു, കൊച്ചിനെ വണ്ടി ഇടിക്കുന്നു, അമ്മമ്മ എടുത്ത് കിണറ്റിൽ ചാടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ കഥകളാണ് ഇവൾ പറഞ്ഞു വയ്ക്കാനും. ഫുൾ കടമാണ്. ഇത്രയും പ്രായത്തിനിടയ്ക്ക് 56 ലക്ഷം രൂപയൊക്കെ കടം വരുത്തി വെക്കണമെങ്കിൽ എന്ത് തരത്തിലുള്ള കളിയാണ് ഇവൾ കളിച്ചുകൊണ്ടിരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇനി ഈ പറയുന്ന കണക്ക് പോലീസ് പോലും പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതായത് സഹോദരനും സഹോദരിയും തമ്മിലുള്ള വാട്സപ്പിന്റെ ചാറ്റുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അവർക്ക് തന്നെ കഴിയുന്നില്ല. കാരണം അത്രയും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ തന്നെ അന്താളിച്ചു പോകുന്ന കാര്യങ്ങളാണ്. ഇതിലപ്പുറത്തേക്ക് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. സഹോദരിയോട്ട് അമിതമായിട്ടുള്ള സ്നേഹമാണ് സഹോദരന്. പക്ഷെ സഹോദരിയിൽ ജനിച്ച അല്ലെങ്കിൽ ആ സഹോദരിക്ക് പിറന്ന ആ 2 കുഞ്ഞുങ്ങളെ മാത്രം ദ്രോഹിക്കുക, അവരെ മാത്രം ഇഷ്ടപ്പെടുന്നില്ല. സഹോദരിയെ മാത്രമായിട്ട് സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന് സ്നേഹമെന്നല്ല വിളിക്കുന്നത്, അതിന് മറ്റു പേരുകളാണ് വിളിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരിയുടെ ഭർത്താവ് കൂടെ വരികയോ അവിടെ താമസിക്കുകയോ ചെയ്യുന്നത് അവന് ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. ഇതിൻ്റെയൊക്കെ മറ്റു ഭാഗങ്ങളായിരിക്കും അവിടെ കണ്ട കുരുക്കുകളും ഈ പറയുന്ന പാതിരാത്രിയിൽ അവിടെ തീ പിടിച്ചതും കട്ടിൽ കത്തിച്ചതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. ഇത് മാനസിക പ്രശ്നമാണ്. ശരിക്കും അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് മാനസിക പ്രശ്നമാണ്. ഇത് മറ്റു പല വൃത്തികെട്ട അസുഖങ്ങളും മൂത്ത്, അതായത് പെണ്ണിനെ പെണ്ണിൻ്റെതായിട്ടുള്ള രീതിക്ക് കാണാൻ കഴിയാതെ, അമ്മയെയും പെങ്ങളെയും ഒന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാണാതെ ലോകത്തിലെ എല്ലാ സ്ത്രീകളെയും ഒരേ കണ്ണിൽ തന്നെ കാണണം എന്നുള്ളൊരു ചിന്ത മൂക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ഭ്രാന്തുണ്ട്. ആ ഭ്രാന്തിന് മറ്റൊരു പേരാണ് പറയുന്നത്. ആ ഭ്രാന്തം ഒരു മാനസിക രോഗം തന്നെയാണ്. അതായിരിക്കും അവൻ ഉണ്ടായിരുന്നത്. ആ രോഗം മൂത്താണ് അവൻ ആ കുഞ്ഞിനെ ഒരുപക്ഷെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതരത്തിലുള്ള വാർത്തകളാണ് ഈ പറയുന്ന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പോലീസ് ഇതുവരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വിടാതിരിക്കുകയും വീണ്ടും ശ്രീധു എന്ന് പറയുന്ന സ്ത്രീയെ മുഴുവനായിട്ടും ഈ കേസിൽ നിന്ന് പോലീസ് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. കൃത്യമായിട്ട് അവരുടെ പങ്ക് പരിശോധിക്കാൻ വേണ്ടി. കാരണം ആ ഡിലീറ്റഡ് ആയിട്ടുള്ള ചാറ്റുകൾ തിരിച്ചെടുക്കുന്ന സമയത്താണ് കൂടുതൽ ഒരു വ്യക്തത ഇതിൽ വരുന്നത്. അതുവരെ മാത്രമാണ് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് ആ നാട്ടുകാർക്ക് ആർക്കും തന്നെ ഈ ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന കണക്ക് പലതരത്തിലുള്ള ആഭിചാരം അല്ലെങ്കിൽ ഈ പറയുന്ന എന്തൊക്കെ അന്ധവിശ്വാസങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന പല കാര്യങ്ങളും ഇങ്ങനെ വരികയാണ്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന കണക്ക് ഏതെങ്കിലുമൊക്കെ സ്വാമിമാരെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നതിനനുസരിച്ച് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തയ്യാറാകുന്ന ഒരു കൂട്ടം ഒരു തരത്തിലുള്ള വിവരവും ബോധവും ഇല്ലാത്ത ജനങ്ങളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ നാടിൻ്റെ വളർച്ച അല്ലെങ്കിൽ പോക്ക് എങ്ങോട്ടാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു പിട്ടിയും കിട്ടാത്ത ഒരവസ്ഥയിലാണ്. ഈ ഒരു സ്വാമി ഒരു കാഷായ വേഷവും ഏതെങ്കിലും ഒരു സ്വാമി മുന്നോട്ട് വന്നിട്ട്
അയ്യോ നിങ്ങൾക്ക് കഷ്ടകാലം തുടങ്ങി എന്ന് പറഞ്ഞ് 2 ഭസ്മം എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു മലയാളിയുടെ അവസ്ഥ. പിന്നെ തുടങ്ങായി സ്വാമീനെ ആനയിച്ചിരുത്തുക, പിന്നീട് വീട്ടിലിരിക്കുന്ന പെണ്ണുമ്പുള്ളേനെ കൊണ്ട് സ്വാമിയുടെ പാട്ടിനങ്ങ് പോകും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് ആ മൊട്ടസ്വാമി എന്ന് പറയുന്നത്. മൊട്ടസ്വാമിയെയും ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, തെളിവെടുപ്പിന് വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും വേണ്ടിയിട്ട് പോലീസ് പിടിച്ചോണ്ട്. ഇനി എത്ര പേരെ പറ്റിച്ചതിനും എത്ര പേരെ ചതിച്ചതിനും ഉള്ള കാര്യങ്ങൾ അയാളെ നിന്ന് കിട്ടും എന്നുള്ളതിന് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും ഇല്ലാതെ കരുണയും ഇല്ലാതെ ഇത്രയും നാൾ അവന്റെ മുന്നിൽ വളർന്നിരുന്നൊരു കുഞ്ഞാണ്. എത്ര വട്ടം അവൻ എടുത്തിട്ടുണ്ടായിരിക്കും. കുഞ്ഞിന്റെ അലർച്ച അവന് സഹിക്കില്ല, കരച്ചിൽ സഹിക്കില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ. സഹോദരിയെ വിളിക്കുന്ന സമയത്ത് സഹോദരിക്ക് കുഞ്ഞിനെ ഉറക്കേണ്ട ആവശ്യങ്ങളുണ്ടായിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും, കൊച്ചുങ്ങളുമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അവൻ വിളിക്കുന്ന സമയങ്ങളിൽ അവന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം മറ്റ് സ്ത്രീകളുമായിട്ട് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഈ സഹോദരി ആയിട്ടുള്ള വ്യക്തി തന്നെയാണ് അതിൽ നിന്ന് പ്രശ്നങ്ങളെയൊക്കെ മാറ്റി മാറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്ത്രീകളൊന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് സ്വന്തം പെങ്ങൾ തന്നെ ഈ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സംഭവം. അതിൽ പെങ്ങള് നിന്ന് കൊടുത്തില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ പിന്നീട് എന്താണ് ഈ 2 റൂമിൽ ഇരുന്നു കൊണ്ടുള്ള വീഡിയോ ചാറ്റുകളും ഈ പറയുന്ന ചാറ്റുകളൊന്നും മാത്രം മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ, സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു അസുഖമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നിയിൽ അവനെ ആ വീട്ടിൽ നിന്ന് മാറ്റണം. അല്ലെങ്കിൽ സഹോദരി എത്ര സഹിച്ചിട്ടായാലും സ്വന്തം ഭർത്താവിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വാടക വീട്ടിലേക്കോ പോകാനുള്ള ശ്രമം നടത്തണം. ഇതൊന്നും നോക്കാതെ ആ കുഞ്ഞിനെ ഈ പറയുന്ന ദാരുണമായിട്ടുള്ള ഇത്തരത്തിലുള്ള മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ കൃത്യമായിട്ട് ഒരു അമ്മയ്ക്കും പങ്കുണ്ട്. ഇനി ഇത്രയും കടം വരുത്തി വെച്ചിട്ടുള്ളതിൽ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിക്കാണ്, എന്ത് വഴിക്കാണ് ഇവരിതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പോലും പിടിയിട്ടാത്ത അത്രയും നിഗൂഢമായിട്ടുള്ള ചില രഹസ്യങ്ങൾ എന്തൊക്കെയോ ആ വീട്ടിൽ ഈ പറയുന്ന ശ്രീതു, അതിലപ്പുറത്തേക്ക് ഹരികുമാർ എന്ന് പറയുന്ന വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിപ്പുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും മാനസിക രോഗി എന്നുള്ള രീതിയിലേക്ക് വെളിയിലേക്ക് വരുന്ന സമയത്ത് സത്യങ്ങൾ മൂടിവെക്കാൻ പറ്റും. ഇനി ഇതിനിടയിൽ പറഞ്ഞിട്ടുള്ള കുറച്ചധികം ആൾക്കാർ പറഞ്ഞിട്ടുള്ള കമന്റുകളുണ്ട്. അതായത് ഒരുപക്ഷെ സഹോദരനും സഹോദരിയും തമ്മിൽ വഴിവിട്ട ബന്ധമായിരുന്നു. ഒരുപക്ഷെ ആ വഴിവിട്ട ബന്ധത്തിൽ ജനിച്ച കുഞ്ഞാണോ ഇത്, അതല്ലെങ്കിൽ ഇവൾക്ക് ഇനി വൃത്തികെട്ട ബന്ധത്തിലൂടെ ജനിച്ച മറ്റാരുടെയെങ്കിലും കുഞ്ഞാണോ, അതുകൊണ്ട് അതിനെ കൊല്ലാൻ തയ്യാറായതാണോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അതിലപ്പുറത്തേക്ക് സഹോദരിയെ കിട്ടാൻ വേണ്ടി, പൂർണ്ണമായും കിട്ടാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞൊരു ബാധ്യതയായതുകൊണ്ട് ഈ പറയുന്ന കുഞ്ഞിനെ കൊന്നുകൊണ്ട് സഹോദരന്റെ മണ്ടയ്ക്ക് ആ കൊലക്കുറ്റം ആരോപിച്ചുകൊണ്ട് രക്ഷപ്പെടുക, ഇതായിരുന്നു. ഇങ്ങനെ പല വിധത്തിലുള്ള തരത്തിലുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ഓരോ സംശയങ്ങളാണ് ആൾക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ സെക്കൻഡിലും ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോരുത്തരെയായിട്ട് നാട്ടുകാരിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത് പല രീതിയിലുള്ളതാണ്. പോലീസ് കണ്ടെടുക്കുന്ന വിഷയങ്ങളും അത്തരത്തിലുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമത്തിൽ എന്ത് വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും 10 വർഷമോ 12 വർഷമോ ജയിലിൽ കിടന്നിട്ട് അങ്ങ് പോകും. ഇപ്പം കാരണവർ കേസിൽ തന്നെ നമ്മൾ കണ്ടതാണ്. മറ്റാർക്കും കിട്ടാത്ത എന്തൊക്കെയോ ഈ പറയുന്ന പ്രിവിലേജസ് ആണ് അവൾക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. ഇത്രയും ദാരുണമായിട്ട് ഒരാളെ കൊല്ലുന്നു അല്ലെങ്കിൽ ഇത്രയും വിദഗ്ധമായിട്ട് കൊല്ലുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ഇത്തരത്തിലൊരു ശിക്ഷ വിധിച്ചതിന് ശേഷം ഇത്രയും വർഷം കിടന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വിധി വരുന്നു, അവളെ ഇറക്കി വിടാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിനേക്കാളും കൂടുതൽ വർഷം ജയിലിൽ കിടന്നവർക്ക് യാതൊരു പരിഗണനയും കിട്ടാതെ പോകുന്നതൊക്കെ കാണുന്ന സമയത്ത് എന്ത് തരത്തിലുള്ള ഇക്വാളിറ്റിയാണ്, എന്ത് തരത്തിലുള്ള നീതിയാണ്, സമത്വമാണ് ഇവിടെ നടക്കുന്നത്, പുലരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇതിൽ ഈ കൈവയ്ക്കുന്ന കുറേയധികം ഏമാന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രമുഖ സ്ഥാനത്തിരിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അവർക്ക് ഇതിൽ കിട്ടുന്ന എന്ത് ലാഭമാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ പണം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം പാവപ്പെട്ടവനൊക്കെ ഒരു നീതി, പണക്കാരന് മറ്റൊരു നീതി, ഈ പറയുന്ന ഏമാന്മാരുടെ ബന്ധുക്കൾക്ക് മറ്റൊരു നീതി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. നീതി എല്ലാവർക്കും സമമായിട്ട് പുലരണം, എന്നാൽ മാത്രമേ ഇവിടെ കൃത്യമായിട്ട് ജനാധിപത്യം പുലരുള്ളൂ, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പുലരുള്ളൂ. ഈ പറയുന്ന കണക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥ കുറച്ചുകൂടി ശക്തമാക്കി കഴിഞ്ഞാൽ, കാരണം ഒരാൾക്കും ഒരു പേടിയില്ല, എല്ലാവരും പുല്ലുപോലെ പറയുകയാണ്. കൂടിപ്പോയോ അതല്ലേ ചെന്താമരയും പറഞ്ഞത്, 1നെ കൊന്നാലും 2നെ കൊന്നാലും 3നെ കൊന്നാലും എനിക്കിതൊക്കെ തന്നെയായിരിക്കും, പിന്നെ ഞാൻ എന്ത് പേടിക്കാനാണ്. ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ ജനങ്ങളുടെ രീതി എന്ന് പറയുന്നത്. ഇത്ര കാലം കിടന്ന് നല്ലൊരു വക്കീലിനെ വയ്ക്കുവാണെങ്കിൽ ഈസിയായി ഇറങ്ങിപ്പോന്നുള്ള ചിന്താഗതിയിലൂടെ മാത്രം എന്ത് കുറ്റവും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ സെക്കൻഡിലും ഇവിടെ ഈ പറയുന്ന ജീവൻ പൊലിയുന്ന, അതിക്രൂരമായിട്ട് പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആർക്കും ഒരു പേടിയില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ലഹരി മരുന്നുകൾ തന്നെയാണ്. അതിവിടെ നിർത്തലാക്കാൻ പോകുന്നില്ല. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റുന്ന അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു തന്നേടെ ഒന്നും നമ്മുടെ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അതൊന്നും എടുക്കാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ടും. പക്ഷേ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ്, MDMA പോലുള്ള സാധനങ്ങളെങ്കിലും ഇവിടെ ഒരിക്കലും വരാതെ കുട്ടികളിൽ അത് എത്താതിരിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും, കഠിനമായിട്ടുള്ള ശ്രമമെങ്കിലും തുടങ്ങി വെച്ചാൽ അത്രയെങ്കിലും ഈ നാട് നന്നാവും ചിലപ്പോൾ.